വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ, വിധികർത്താക്കളെ, ഈ ഇസ്തിഫ എന്ന ജൂനിയർ വിദ്യാർത്ഥികളും ഹിഫ്സുൽ ഖുർആൻ വിദ്യാർത്ഥികളും സംഘടിപ്പിക്കുന്നതായ ഈ ഇസ്തിഫ എന്ന ഈ കലാ വൈഭവ വേദിയിൽ മാതാപിതാക്കളോടുള്ള മര്യാദകൾ എന്ന വിഷയത്തിൽ ഒന്ന് രണ്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതിന് നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ജന്മം നൽകിയവർ നമ്മുടെ മാതാപിതാക്കളാണ്. അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നതിൽ ഒരു സംശയം വേണ്ട. അതാ ഇമാം മുൻതഖബ് ഇബ്നു മുവഫഖ് അദ്ദേഹം അവിടെ രചിച്ചതായ ഫതുൽ ഖയ്യിം എന്ന കിതാബിൽ പാടുന്നു, നീ നിന്റെ മാതാപിതാക്കളുടെ ബാധ്യതകളെ നീ സൂക്ഷിച്ചു വീട്ടുക, അതാ നിന്റെ എല്ലാ ബാധ്യതകൾ അവർ ആകുന്നു എന്ന് മാത്രം വേണ്ട. അല്ലാഹു അവന്റെ ഖുർആനിൽ കഠിനമായ നിർദ്ദേശനം നൽകുന്നു, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനത്തിന് എത്ര ആൾക്കാരാണ് നിരോധിക്കുന്നത്. ഓ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വാപ്പയും ഉമ്മയും വളരെ പ്രയാസങ്ങളും നൊമ്പരങ്ങളും അനുഭവിച്ചിട്ടാണ് നമ്മെ പ്രസവിച്ചിട്ടുള്ളത്. അതാ നബി തങ്ങൾ പറഞ്ഞില്ലേ, അൽ ജന്നത തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്, നിന്റെ സ്വർഗ്ഗമാകുന്നത് നിന്റെ ഉമ്മയുടെ രണ്ട് പാദം കാലിന്റെ അടിയിലാണ് എന്ന് മാത്രം വേണ്ട. ഒരിക്കൽ പ്രവാചകരുടെ അടുത്തേക്ക് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നു, ഓ പ്രവാചകരെ, ഉമ്മ ഉപ്പയിൽ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത്? അപ്പോൾ നബി തങ്ങൾ പറയുന്നു, അതാ നിന്റെ ഉമ്മയോടാണ്. അങ്ങനെ രണ്ടാമതായും ചോദിക്കുന്നു, മൂന്നാമതായും ചോദിക്കുന്നു. അപ്പോൾ നബി തങ്ങളുടെ ഒറ്റ ഒരു മറുപടി, അതാ നിന്റെ ഉമ്മയോടാണ്. അങ്ങനെ അതാ നാലാമതായി ചോദിക്കുമ്പോൾ പറയുന്നു, അതാ നിന്റെ ഉപ്പയോടാണ്. അതാ ഉസ്താദ് പാടില്ലേ, ഗർഭം ചുമന്നത് 10 മാസം തല്ലയോ, പ്രസവിച്ച വേദന സഹിച്ചതും അവ തന്നെയോ, പാലും മൂട്ടി വളർത്തലും അവലാണ്, ഈ 3 കാര്യം വാപ്പയിൽ വജിബാണ്. നമ്മളെ വളർത്താൻ വേണ്ടി നമ്മുടെ വാപ്പയും അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളും നൊമ്പരങ്ങളും അത് വളരെ അധികമാണ്. ഒരു കുടുംബത്തിന് ഉപ്പ എന്നുള്ളത് അനിവാര്യമാണ്. എന്തിനെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന് ഉപ്പയുണ്ടെങ്കിൽ ഒരു ധൈര്യം, എൻ്റെ ഉപ്പയുണ്ടല്ലോ. ഉപ്പ ഇല്ലാത്ത ഒരു ജീവിതം അത് വളരെ പ്രയാസങ്ങളും നൊമ്പരങ്ങളും അനുഭവിച്ച ഒരു ജീവിതമാണ്. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ടിലെ ജനതകളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കരസ്ഥമാക്കണോ? നിങ്ങളുടെ അല്ലാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കണോ? നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കരസ്ഥമാക്ക്. മാതാപിതാവിന്റെ മുഖം കൂടി ആഗ്രഹിച്ച് നോക്കിയാൽ സ്വർഗമുണ്ടെന്ന് പഠിച്ചവരാണ് നമ്മൾ. മാതാപിതാവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കരുതെന്ന് അല്ലാഹു താക്കീത് നൽകിയത് ഇങ്ങനെയാണ്, നീ അവരോട് ചെയ്യുന്ന പോലുള്ള വാക്കും പോലും പറയരുത്, നീ അവരോട് മാന്യമായി സംസാരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് സമയത്തിന് അഭാവ കാരണം എൻ്റെ പ്രസംഗത്തിന് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.